കടലിൽ നിന്നും കരക്കടിഞ്ഞ ഇരുമ്പ് പെട്ടിയിൽ മെഷീൻ ഗണ്ണിന്റെ ഭാഗങ്ങൾ. ചാവക്കാട് തൊട്ടാപ്പ് കടപ്പുറത്താണ് സംഭവം. മത്സ്യത്തൊഴിലാളികൾക്ക് കരക്കടിഞ്ഞ് കിട്ടിയ ഇരുമ്പ് പെട്ടിയിൽ മെഷീൻ ഗണ്ണിന്റെ മെറ്റൽ ലിങ്കുകൾ കണ്ടെത്തി. കടലിൽ നിന്ന് കിട്ടിയ ഇരുമ്പ് പെട്ടിയിൽ 500-ലധികം മെറ്റൽ ലിങ്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ശരത് തോങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, എന്താണ് സംഭവം? ഈ പോലീസ് എത്തിയുള്ള തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ശനിയാഴ്ച രാവിലെയാണ് മത്സ്യബന്ധനത്തിന് പോയവർക്ക് ഇത്തരത്തിൽ ഒരു മെഷീൻ ഗണ്ണിന്റെ മെറ്റൽ ലിങ്കുകൾ അടങ്ങിയ ഒരു പെട്ടി ലഭിക്കുന്നത്. ഇത് കടപ്പുറം തൊട്ടാപ്പ് കടപ്പുറത്താണ് ഇത്തരത്തിൽ ഇതിന് പെട്ടി ലഭിക്കുന്നത്. കടപ്പുറത്ത് അടിഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് കിട്ടിയത്. ഈ ലോഹനിർമ്മിത പെട്ടിയിലാണ് മെഷീൻ ഗണ്ണിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള മെറ്റൽ ലിങ്കുകൾ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് കണ്ടെത്തിയ സമയത്ത് തന്നെ മുനക്കിക്കടവ് തീരദേശ പോലീസ് എത്തി ഇത് പരിശോധിച്ചു. പോലീസ് SHO TP ഫർസാന്റെ നേതൃത്വത്തിൽ ഈ പെട്ടി തുറന്നു നോക്കിയിരുന്നു. ഈ പെട്ടി തുറന്നു നോക്കിയപ്പോഴാണ് പെട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ മെറ്റൽ ലിങ്കുകളാണ് എന്ന കാര്യം വ്യക്തമായത്. മെഷീൻ ഗണ്ണിൽ ബുള്ളറ്റും ബെൽറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന 500-ലടുത്തുള്ള മെറ്റൽ ലിങ്കുകളാണ് ഇത്തരത്തിൽ പെട്ടിയിൽ ഉണ്ടായിരുന്നത്. മുനക്കിക്കടവ് പോലീസിനെ സംബന്ധിച്ച് വിവരം കൊച്ചി നേവൽ ബേസിലും നേവി അധികൃതർക്കും കോസ്റ്റൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനും നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ വരും സമയങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ശനിയാഴ്ച രാവിലെയാണ് തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ കടലിൽ വല വീശി മീൻ പിടിക്കുന്ന തൊഴിലാളികൾക്ക് ഇത്തരത്തിലൊരു പെട്ടി കിട്ടുന്നത്. ആ പെട്ടിക്ക് ഏതാണ്ട് 1.5 അടി വീതിയും 1 അടി നീളവുമുണ്ട്. മുനക്കിക്കടവ് തീരദേശ പോലീസ് സ്റ്റേഷനിലാണ് നിലവിലെ പെട്ടി സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മുനക്കിക്കടവ് കോസ്റ്റൽ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. നേവി അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം കൂടി പോലീസ് ഔദ്യോഗികമായി തന്നെ പറയുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ശരത് തോങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.